നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിശ്രമിക്കാൻ സമയമില്ല, ഷൂട്ടിംഗ് ഉൾപ്പെടെ ജോലികൾ ബാക്കിയാണ്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷിന്റെ വാക്കുകളിലും ക്ഷീണമില്ല. തെരഞ്ഞെടുപ്പ് തിരക്കിന് ശേഷം ഇടവേളയില്ലാതെയാണ് മുകേഷ് ജോലി തിരക്കുകളിലേക്ക് മടങ്ങിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പരമാവധി ബൂത്തുകൾ സന്ദർശിച്ച് ഇന്ന് പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി കോട്ടയത്തേക്ക് പോകും. അതിനു മുമ്പ് ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തെ മാധവം വീട്ടിലേക്കാണ് ആദ്യം മുകേഷ് എത്തിയത്. തെരഞ്ഞെടുപ്പ് തിരക്ക് മൂലം 2 മാസമായി ഇവിടേക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിച്ചു. രാത്രിയോടെ കൊല്ലത്തേക്ക് മടങ്ങി. നടനും സംവിധായകനുമായ MA നിഷാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനാണ് കോട്ടയത്തേക്ക് പോകുന്നത്. ഒപ്പം മാറ്റിവെച്ച മറ്റു ജോലികളും ചെയ്തു തീർക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മറക്കാൻ കഴിയാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു. പുനലൂരിൽ കാലിന് സ്വാധീനക്കുറവുള്ള പ്രായമായ ഒരു അമ്മ കാണാൻ വന്നതും കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സന്ദർശന സമയത്ത് എന്റെ മകന്റെ ആണ്ടാണ്, മോൻ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതും, ചാത്തന്നൂരിലെ പ്രചാരണ സമയത്ത് ഇരുകാലുമില്ലാത്ത ഒരു പയ്യൻ അവൻ വരച്ച പടവുമായി കാത്തുനിന്നതുമെല്ലാം ഒരിക്കലും ഓർമ്മയിൽ നിന്നും മായാത്ത നിമിഷങ്ങളാണെന്ന് മുകേഷ് പറയുന്നു. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായെങ്കിലും വിജയിക്കണമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ട്. പ്രചാരണ സമയത്തെ ജനപങ്കാളിത്തം ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ആദ്യമായാണ് സ്വന്തം പേരിൽ മുകേഷ് വോട്ട് ചെയ്തത്. മാത്രമല്ല, വീട്ടുകാരും തനിക്ക് വോട്ട് ചെയ്യുന്നത് ആദ്യമാണെന്ന് മുകേഷ് പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് മുകേഷ് സംസാരിച്ചിരുന്നു. രാവിലെ മുതൽ കാണുന്ന നീണ്ട ക്യൂ ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടതിന്റെ തെളിവാണെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. ഒരു ബൂത്തിലും ആള് കുറവല്ല, അതുതന്നെ ശുഭപ്രതീക്ഷയായിരുന്നു. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നതെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. അതേസമയം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ മുകേഷ് സംസാരിച്ചിരുന്നു. പ്രേമചന്ദ്രൻ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. താൻ ഒരു കലാകാരനാണെന്ന് പോലും ഓർത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് താൻ ചെയ്തത്. തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറാകണമെന്ന് മുകേഷ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. കൊല്ലത്തെ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ വിധി LDFന് അനുകൂലമാകുമെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. പ്രേമചന്ദ്രനെതിരെ CPM ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടില്ല. പ്രേമചന്ദ്രന്റെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അക്കാര്യം അന്വേഷിക്കട്ടെ. ലഘുലേഖകൾ വിതരണം ചെയ്ത സംഭവമായി തനിക്ക് പങ്കില്ല. മത്സരം രാഷ്ട്രീയത്തിൽ മാത്രമാണ്. ഏറെ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്ന ആളാണ് താൻ. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പ്രചാരണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് മുകേഷ് പറഞ്ഞിരുന്നു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ ലഘുലേഖകൾ CPM വിതരണം ചെയ്തതെന്ന UDF ജില്ലാ നേതൃത്വം ആരോപിച്ചിരുന്നു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സിറ്റി പോലീസ് കമ്മീഷണർക്കും UDF നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട്. പ്രേമചന്ദ്രനെ സംഘപരിവാർ ബന്ധമുള്ളതാക്കി ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണ് ലഘുലേഖയിൽ ഉണ്ടായിരുന്നത്. പ്രേമചന്ദ്രന്റെ ജനസ്വീകാര്യത തകർക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെന്നൊക്കെയായിരുന്നു UDFന്റെ ആരോപണം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.